മസ്കറ്റിൽ നിന്നും 64 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാനിലെ ഗവർണറേറ്റാണ് ബർക്ക. അവിടെയുള്ള അതിപുരാതനമായ ഏകദേശം 300 വർഷത്തിന് പഴക്കമുള്ള കോട്ടയും അത് സംബന്ധിച്ചുള്ള വീടുകളും ഗ്രാമങ്ങളും തോട്ടങ്ങളും സന്ദർശിക്കാനാണ് ഇന്നത്തെ യാത്ര. Welcome to our country. Okay, don't forget this is Wadi Al Maul Walayat. Okay. Okay, Habibi, shukran. من هنا فين مدخل؟ Hey. From here up to the end of this walk, okay, about 850 meter. ഇവിടെ മദ്രസത്തുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലം. നമുക്ക് അതിലൂടെ ചെരുപ്പ് കൂടാതെ ഓക്കെ. നമ്മളെ നാട്ടിലെ പണ്ടത്തെ പോലത്തെ പായ, മരത്തിൻ്റെ ഐകൾ, അത് കഴിഞ്ഞിട്ട് ചുമരിൽ ഈ കാണുന്ന കൈപ്പടം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒമാനിലെ അന്നത്തെ രാജാവിന് അയച്ച കത്തിൻ്റെ പകർപ്പാണ്. ഇനി ഇവിടെ ആണ് നമ്മളെ പ്രധാനപ്പെട്ട സ്ഥലം. ഇവിടുത്തെ രംഗങ്ങൾ വാതി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ്റെ വാസന, ചിക്കനല്ല ബീഫിൻ്റെ വാസന ഉണ്ട് ഇവിടെ. ഇത് ചില സമയങ്ങളിൽ ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളം വന്ന് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്തെന്ന് അറിയില്ല, വെള്ളം ഒരു ഒഴുക്ക് വിടാത്തതുകൊണ്ടായിരിക്കാം വെള്ളം വരുന്നില്ല. വലിയ ആളെ പോലെ പോയിട്ട് ഡോങ്കിനെ കാണാൻ വേണ്ടി പോയതാണ്. കണ്ട, ഡോങ്കി ഇപ്പം കുത്തിയിട്ട് മിക്കവാറും തുരത്താൻ സാധ്യതയുണ്ട്. ഇതാണ് ഡോങ്കി. പടക്കം പൊട്ടിച്ചിട്ട് തിരികൊടുത്തിട്ട് ദൂരെ ഓടാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഡോങ്കിൻ്റെ അടുത്ത് പോയിട്ട് ഏത് സമയത്തും ഡോങ്കിനെ കണ്ടിട്ട് ഓടാൻ സാധ്യതയുണ്ട്. ഒമാനിലെ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഈ മരമാണ് പ്ലാവ്, ചക്ക കായ്ക്കുന്ന മരം. അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ കൊടി, ഒമാൻ്റെ കൊടി ഇവിടെ നാട്ടിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്യത്യാസം ഇവിടെ കാണില്ല. നമ്മളെ നാട്ടിലെ പോലെ മതിൽ, നമ്മളെ നാട്ടിലെ പോലത്തെ വായ കൊലച്ച് നിൽക്കുന്നുണ്ട്. ചെറിയ പഴം.
ഇത് ഫിഗ്, എന്താ പറയുക, ഫിഗിൻ്റെ അത്തിപ്പഴത്തിൻ്റെ മരം. കായ്ച്ചിക്കണില്ല, കായ്ക്കണ കാലമായിരിക്കില്ല, അതുകൊണ്ട് ഇത് കായ്ക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ പേരക്കൻ്റെ മരമാണെന്ന് തോന്നുന്നു. ഇത് പേരക്ക മരം, പേരക്ക, യെസ്, പേരക്ക. ഇത് നാരങ്ങ, വലിയ നാരങ്ങ. ഒരു പഴം ഇവിടുന്ന് കട്ടെടുക്കേണ്ട പരിപാടിയാണ്. പക്ഷേ അപ്പോഴേക്ക് ഓറഞ്ച് എടുത്ത് നോക്കിയത് പക്ഷെ കെട്ടുപോയി. കേടായിപ്പോയി. ഇവിടെ എല്ലാം മറ്റേ എനിക്ക് നല്ലതാണെങ്കിൽ ആരെങ്കിലും ആദ്യം എടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഓറഞ്ചിൻ്റെ മരമില്ല. ഇത് മറ്റേ എന്താ പറയുക, എന്ത് പഴം പിടിക്കേ, ഞാൻ നല്ല പഴം ഞാൻ ഇവിടെ മറ്റേ കടന്നൂടിൻ്റെ അവിടെ നല്ല പഴം. ആ യെസ്, ഇവിടുത്തെ പഴത്തിൻ്റെ ഇവിടുത്തെ പഴം സീതാപ്പഴം, അത് യെസ്. ഇവിടെ എന്താ കുതിര കയറിയതാണോ? കുതിരക്കാൽ, അത് കഴുതക്കാലാ. പ്രൈസ് ആയിട്ടുള്ള 1 കിലോന് 2 റിയാൽ, 2 ഒമാനി റിയാൽ. ഈ കാണുന്ന കോട്ടകൾ 300 അതിനു മേലെയോ പഴക്കമുള്ള കോട്ടകളാണ്. മസ്ജിദ് അൽ ബാബ് സഗീർ. ഇത് മ്യൂസിയം എന്ന് പറഞ്ഞത്, മ്യൂസിയം എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇത് സാധാ മണ്ണല്ലല്ലോ, അതായത് ഈ സാധനം മണ്ണും സിമെൻറ്റും കലർന്ന, ഉള്ളിലെല്ലാം മണ്ണ് എടുക്കണം. പുറമേൽ കാണുന്നത് സിമെൻറ്റ്. വാ, മ്യൂസിയം. ഈ കാണുന്നത് പള്ളി, ഇവിടെ ഉള്ളത് പള്ളി. ഇത് പള്ളി. ഇങ്ങോട്ട് പോയി നോക്കാം. ദ ബിഗ് ഗേറ്റ്. ഇതെന്താണ്? ഇതെനിക്ക് തോന്നുന്നു മദ്രസ പോലത്തെ സ്ഥലം. ഹോളി ഖുർആൻ സ്കൂൾ, യെസ്, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലം. ഇത് പള്ളി, ഇവിടെ ഉള്ളത് പള്ളി. കോട്ടയ്ക്ക് ചുറ്റും ഞാനൊരു റൗണ്ട് അടിച്ചു. പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല. നോക്കണം, ആരോടെയും ചോദിച്ചു നോക്കണം ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണുള്ളത്. ചോദിച്ചു നോക്കാം. മേലോട്ടെല്ലാം പോകാനുള്ള വഴിയുണ്ട് തോന്നുന്നു. ജസ്റ്റ് നോക്കാം. ഇതെന്താ കിണർ? അയ്യോ, എന്താ പേടി വന്ന പോലെ. അതെന്തൊക്കെയാണെന്ന് അറിയില്ല. പഴയ ബിൽഡിങ്, ഇതുണ്ട് പഴയ ബിൽഡിങ്. ഓപ്പോ, ഇതെന്താണ് ഇതിൻ്റെ മേലെ റൂഫ്? ഓവാ, ഓ അങ്ങനെ ഇതിന് മേലെത്തിയേ. കുനിഞ്ഞിട്ട് കയറണതിലുള്ള, അപ്പോൾ കുനിഞ്ഞിട്ട് കയറാനുള്ള വഴിയുള്ളൂ ഇതിൽ. ഇനി താഴെ ഇറങ്ങാം. ഇത് സാധാരണ മണ്ണും സിമെൻ്റെല്ലാം ചേർത്തുണ്ടാക്കിയതാണ്.
തൊട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പൊള്ള പോലെ തോന്നുന്നു, പക്ഷെ എല്ലാം ഉറപ്പുണ്ട്. വർഷങ്ങളോളം ഉള്ള ബിൽഡിങ്ങാണ്. പിന്നെ ഇത് വഴി നമ്മൾ തിരിച്ചു പോകേണ്ടത്. ഇരുട്ടാണ്, ഇരുട്ട്. രാത്രി ഇങ്ങനെ വരാൻ കഴിയില്ല, അത്ര ഇരുട്ടായിരിക്കും. ഇപ്പം തന്നെ ഇരുട്ടാണ്. ഇതെന്താ സംഭവം? അത് ശരി, ഇപ്പം നമ്മളിത് ഇവിടെ നിന്ന് താഴത്തുനിന്ന് വന്നത്. ഇതെന്തോ കത്തിക്കാനുള്ള സംവിധാനം പോലെ തോന്നുന്നു. നമ്മൾ ഈ റൂമിൽ നിന്നാണ് വന്നത് താഴെ. കയറി നോക്കാം. ഇതെല്ലാം പൊളിഞ്ഞ് ചാടാറായി കിടക്കുന്ന ബിൽഡിങ്ങുകൾ. ഇത് തലയിൽ വീണ് കഴിഞ്ഞാൽ അതന്നെ. ഇതാണ് വാദി മാവിലിലെ കാഴ്ചകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം.